ടി കെ ഷാക്കിർ, ഇവിടെ ഇതാ നിരവധി ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിരുന്നു. 73 ഹർജികൾ. ആ ഹർജികളിലെ പ്രധാനപ്പെട്ട ആവശ്യം എന്നത് ഈ നിയമ ഭേദഗതി തന്നെ റദ്ദാക്കണം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കോടതി തൽസ്ഥിതി തുടരണം എന്ന് നിർദ്ദേശിക്കുമ്പോഴും നിയമ ഭേദഗതി സ്റ്റേ ചെയ്യാൻ കോടതി തയ്യാറായിട്ടില്ല. വിധി സ്വാഗതാർഹം എന്ന് പറയുമ്പോൾ പോലും പ്രതീക്ഷ നൽകുന്നതാണോ? തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷ നൽകുന്നതാണ്, സന്തോഷകരമാണ്. രാജ്യത്തെ കോടതികളിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ്. നമ്മുടെ ഭരണഘടനയും അതുപോലെ തന്നെ നിയമങ്ങളും സംരക്ഷിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഇന്നത്തെ ഉത്തരവ് വഴി വന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരിനെ തലോടി എന്നല്ല ഇവിടെ പറയേണ്ടത്. കൃത്യമായി കേന്ദ്ര സർക്കാരിനെ ഏറ്റിട്ടുള്ള കനത്ത തിരിച്ചടിയാണ്. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമം കൊണ്ടുവന്നപ്പോൾ അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇന്നലെ 2 മണിക്കൂർ കോടതിയിൽ വിചാരണ നടന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ സോളിസിറ്റർ ജനറൽ പറഞ്ഞു, ഞങ്ങൾക്ക് വാദം ഉന്നയിക്കാൻ സമയം വേണമെന്ന്. അങ്ങനെ ഇന്ന് കോടതി വീണ്ടും സമയം അനുവദിച്ചപ്പോൾ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല, മാത്രവുമല്ല ഞങ്ങൾ ഇത് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പിറകോട്ടടിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഞങ്ങളൊക്കെ, ഞങ്ങളുടെ മുസ്ലിം ലീഗ് പാർട്ടി ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രതിപക്ഷ മതേതര കക്ഷികൾ എല്ലാവരും ഇത് പാർലമെന്റിൽ ഈ നിയമം കൊണ്ടുവന്ന സമയം മുതൽ ഈ കാര്യം ഉന്നയിക്കുന്നതാണ്. ഇത് രാജ്യത്തെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമമാണ്. ഒരു മതവിശ്വാസത്തെ മതവിശ്വാസ പ്രകാരം വഖഫ് ചെയ്തിട്ടുള്ള ഭൂമി, സ്വത്ത്, പള്ളി പിടിച്ചെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണ്. ഈ നിയമം രാജ്യത്ത് പുതുതായി കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെയാണ് ബിൽ അവതരിപ്പിച്ച് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നപ്പോൾ അന്ന് ഈ നിയമം JPCക്ക് വിട്ടത്. JPCക്ക് വിട്ടപ്പോൾ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും പാർട്ടികളും ഒരുപാട് ആളുകളും ശക്തമായി എതിർത്തു. പക്ഷെ എതിർപ്പ് വകവെക്കാതെ ഇക്കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ ആ ബില്ല് ആക്ടായി നിയമമായി രാഷ്ട്രപതി ഒപ്പുവെച്ചു. വളരെ 6-ാം തീയതിയാണെന്ന് തോന്നുന്നു അത് നിയമമായത്. തൊട്ടടുത്ത ദിവസം ഹർജി ഫയൽ സ്വീകരിച്ചു. കോടതി ആകെ 2 മണിക്കൂറും 5 മിനിറ്റും കൊണ്ട് ഇത് നിലനിൽക്കുന്നതല്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ തലോടുന്ന ഒന്ന് എന്ന് ഞാൻ പരാമർശിച്ചില്ല, പക്ഷേ കേന്ദ്ര സർക്കാരിനെയോ ഹർജിക്കാരെയോ പൂർണ്ണമായും തള്ളാത്ത ഒന്ന് എന്നാണ് ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ചത്. അതിന് കാരണവും താങ്കൾ ഈ സൂചിപ്പിച്ച ഒന്ന് തന്നെയാണ്. അതായത് ഒന്ന്, കഴിഞ്ഞ ദിവസം നടന്ന വാദം അത് എത്ര മണിക്കൂറായിരുന്നു എന്ന് താങ്കൾ പറയുന്നു. ഇന്ന് നടന്ന വാദവും എത്രത്തോളം സമയമുണ്ടായി എന്ന് പറയുന്നു. സ്വാഭാവികമായും കോടതിയുടെ ബെഞ്ചിന് അത് പഠിക്കേണ്ടതുണ്ട്. അതിന് വാദം മാത്രമല്ല, ഈ വിജ്ഞാപനത്തിന്റെ ക്ലോസുകളടക്കം ബെഞ്ച് പരിശോധിക്കുകയും ചെയ്യും. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, ഒരു പക്ഷേ ഇത് നിയമ ഭേദഗതി ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണമെങ്കിൽ തീർച്ചയായും നമുക്ക് കേന്ദ്രത്തെ പൂർണ്ണമായും തള്ളി കോടതി എന്ന് പറയാൻ സാധിക്കുമായിരുന്നു. ഇതിപ്പോൾ ഒരു ഇടക്കാല ഉത്തരവാണ്. 7 ദിവസത്തെ സമയമാണ് കോടതി നൽകിയിട്ടുള്ളത്. ആ സമയത്തിനുള്ളിൽ നൽകുന്ന മറുപടികൾ അത് കോടതിക്ക് എത്രത്തോളം സ്വീകാര്യമാകുമെന്നത് ഇപ്പോൾ നമുക്ക് അനുമാനിക്കാനും സാധിക്കില്ല. അല്ല, ഇന്നലത്തെ കോടതിയുടെ നിരീക്ഷണം നമ്മൾ ശ്രദ്ധിച്ചതാണല്ലോ. അതെ, വളരെ ചെറിയ സമയം കൊണ്ട് ഹർജിക്കാർ ഉന്നയിച്ച ആരോപണങ്ങളും അതുപോലെ തന്നെ കോടതിയുടെ സംശയവും തീർത്തു കൊടുക്കാൻ ഒരക്ഷരം പറയാൻ കേന്ദ്ര സർക്കാർ ഇല്ലായിരുന്നു. ഓരോ നിയമത്തിൽ നിന്നും നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാർ പരിശോധിച്ചപ്പോൾ എല്ലാം പിറകോട്ട് പോകുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഞങ്ങൾ അങ്ങനെ നടപ്പിലാക്കുന്നില്ല, ഇങ്ങനെ നടപ്പിലാക്കുന്നില്ല. അപ്പൊ കോടതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആക്ടിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് നിഷേധിക്കുകയാണോ എന്ന്. അങ്ങനെ ഒരു കൃത്യമായ ധാരണയില്ലാതെ ഇത് തുടക്കത്തിൽ തന്നെ പൊളിയുമെന്ന് മനസ്സിലാക്കിയപ്പോ, ഇന്ന് സ്റ്റേ ഓർഡർ വരുമെന്ന് മനസ്സിലാക്കിയപ്പോ അല്പം പിറകോട്ട് പോയതാണ്. നമുക്ക് തിരിച്ചറിയാമല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് താങ്കൾ പറഞ്ഞതുപോലെ ഇന്നലെ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ നിരീക്ഷണങ്ങളും കുറച്ച് പവർഫുൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങളിതാ ഉത്തരവിറക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന സമയത്താണല്ലോ സർക്കാരിന് ഇതിന് സമയം വേണം, അല്ലെങ്കിൽ ഈ 2 മണിക്കൂർ സമയത്തെ വാദം കൊണ്ട് വിധിയിലേക്ക് പോകരുത് എന്ന് പറയേണ്ടി വന്നത്. ആ കോടതി അതുപോലൊരു കണിശമായ നിലപാട് ഇന്ന് സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് എനിക്ക് താങ്കളോട് അങ്ങനെ ചോദ്യം ചോദിക്കേണ്ടി വന്നത്. അല്ല അഭിലാഷ്, അതിന്റെ സാഹചര്യം വേറെയാണ്. ഒന്ന്, ഇന്ത്യയുടെ ചരിത്രത്തിൽ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമം
ഒറ്റയടിക്ക് ആദ്യഘട്ടത്തിൽ തന്നെ റദ്ദ് ചെയ്ത ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. സുപ്രീം കോടതിയോ മറ്റു കോടതിയോ റദ്ദ് ചെയ്ത ചരിത്രം ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം, ഇന്നലെ ഇവർ ഇതിനെല്ലാം എതിരായിരുന്നു. ഇന്ന് രാവിലെ തന്നെ വന്നിട്ട് ഇത് ഇടക്കാല സ്റ്റേ കൊടുക്കുന്നതിനല്ല, ആ രീതിയിൽ ചെയ്യുന്ന ഞങ്ങൾ എതിരല്ല എന്ന് കീഴടങ്ങുകയാണ്. ആ കീഴടങ്ങലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരു കാര്യം തീർത്ത് പറയാം, നമ്മളൊക്കെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനയുടെ ഒരുപാട് ആർട്ടിക്കിൾ നമ്മളൊക്കെ പലതവണ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അത് കോടതിക്ക് ബോധ്യമായി. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കോടതികളെ വിരട്ടാനൊരു ശ്രമം നടത്തി. ഇത് കോടതിക്ക് കോടതിയുടെ പരിഗണനയിൽ വരുന്ന വിഷയമല്ല, പരിധി ലംഘിക്കരുതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ബെഞ്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പരിധിയും പരിമിതിയും കൃത്യമായി നമുക്ക് ബോധ്യമുണ്ട്. ആ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ പരമോന്നത നീതിപീഠം അതിന്റെ അന്തസ് ആകാശത്തോളം ഉയർത്തിയിരിക്കുകയാണ്. അതിൽ നമുക്ക് ഭാരതീയരായ നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ജനവിഭാഗത്തെ ഫാസിസ്റ്റ് രീതിയിൽ കീഴ്പ്പെടുത്താമെന്നുള്ള BJP സർക്കാരിന്റെ നീക്കത്തിനാണ് നമ്മുടെ സുപ്രീം കോടതി വിലങ്ങ് വെച്ചിട്ടുള്ളത്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ സമർപ്പിക്കുന്ന ഈ സത്യവാങ്മൂലമോ അവരുടെ വിശദീകരണമോ കേട്ട ശേഷം കൂടുതൽ വിശദമായി വ്യക്തമായ വിധികൾ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, അതാണ് ഇന്നലെ നടന്ന വാദത്തിന്റെ തുടക്കത്തിൽ തന്നെ കോടതി പല കാര്യങ്ങളും